ഹായ് ഫ്രണ്ട്സ്, മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചെത്തുന്ന സിനിമ എന്നതാണ് പാട്രിയറ്റിൻ്റെ പ്രധാന ഹൈലൈറ്റ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മലയാള സിനിമ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് പാട്രിയറ്റ്. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചെത്തുന്ന സിനിമ എന്നതാണ് പാട്രിയറ്റിൻ്റെ പ്രധാന ഹൈലൈറ്റ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്തും. ഇപ്പോൾ പാട്രിയറ്റിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. 125 കോടിക്ക് മുകളിലാണ് ചിത്രത്തിൻ്റെ മുതൽ മുടക്കെന്നാണ് അറിവെന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ ആൻഡോ ജോസഫിനെ കുറിച്ചും പറയുന്നുണ്ട്. മുൻവിധിയില്ലാതെ സിനിമ കാണണമെന്നും പ്രേക്ഷകരോടായി അദ്ദേഹം പറഞ്ഞു. ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നാളെ പാട്രിയറ്റ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ഒന്നിച്ചഭിനയിക്കുന്ന ഒരു സിനിമ നമ്മൾ കണ്ടിട്ട് 1.5 പതിറ്റാണ്ട് കഴിഞ്ഞു. ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും രേവതിയും നയൻതാരയും രാജീവ് മേനോനും അടങ്ങുന്ന ഒരു താരനിരയുണ്ട് ചിത്രത്തിൽ. ഒപ്പം ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരും. 125 കോടിക്ക് മുകളിലാണ് ചിത്രത്തിൻ്റെ മുതൽ മുടക്കെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിർമ്മാതാവാകുന്നതിനും മുമ്പ് തന്നെ എനിക്ക് ആൻഡോ ജോസഫിനെ അറിയാം. ഒരുപാട് ക്ലേശങ്ങളും തിരിച്ചടികളും അതിജീവിച്ചാണ് ആൻഡോ മലയാള സിനിമയിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളിൽ ഒരാളായി മാറിയത്. മഹേഷും ആൻഡോയും ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ശ്രീ മോഹൻലാലിനെ സമീപിച്ച ദിവസം ഞാൻ ഓർക്കുന്നു. മഹേഷിൻ്റെ വലിയൊരു സ്വപ്നത്തിൻ്റെ കൂടെ എത്ര ദൃഢതയോടെയാണ് ആൻഡോ ആ ദിവസം മുതൽ നിന്നത് എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. മുമ്പ് എമ്പുരാനിലൂടെ ആന്റണി പെരുമ്പാവൂർ നടത്തിയതും ഇങ്ങനെയുള്ള ധീരമായ ഒരു വഴിമാറി നടക്കലായിരുന്നു. നമ്മുടെ കാലത്ത് സ്വീകാര്യത ഒരു മിത്താണെന്ന സത്യം തൻ്റെ കരിയറിലൂടെ ശക്തമായി പറയാനാണ് ഈ സിനിമയിലൂടെ മഹേഷ് നാരായണൻ ശ്രമിക്കുന്നത്. സമകാലികത ആവശ്യപ്പെടുന്ന ഒരു ഇടപെടൽ രാഷ്ട്രീയമുണ്ട് ഈ സിനിമയ്ക്ക്. തീർച്ചയായും ഒരു മികച്ച കാഴ്ച അനുഭവമായിരിക്കും പാട്രിയറ്റ്. ഒരു ചലച്ചിത്രകാരൻ കണ്ട വലിയ സ്വപ്നത്തെ ആദ്യതയിലേക്ക് പരിപ്രവർത്തിച്ച ആൻഡോ ജോസഫിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം നമ്മുടെ കാഴ്ചാനുഭവത്തിൻ്റെ അതിരുകളെ വികസിപ്പിക്കും വിധം ഒരു സിനിമ വിഭാവന ചെയ്ത മഹേഷിനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കും തൊഴിലാളികൾക്കും വിജയാശംസകൾ നേരുന്നു. മലയാള സിനിമയിലെ എല്ലാ സാങ്കേതിക പ്രവർത്തകരും ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാണികളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രമാത്രം: മുൻവിധികളില്ലാതെ ഈ സിനിമ സ്വീകരിക്കുക. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർ നാളെ പാട്രിയറ്റ് കാണാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുമെന്ന വിശ്വാസത്തോടെ അടുത്തൊരു നല്ല രസകരമായ വിശേഷങ്ങളുമായി വാർത്തകളുമായി വരുന്നതുവരെ ദിസ് ഈസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിത്ത് ഫയർ.